മറിയുന്നത് എന്നുള്ളതാണ്. അതേസമയം കൊച്ചി കോർപ്പറേഷനിൽ UDFന്റെ മുൻതൂക്കം 41 സീറ്റുകൾ. ഞങ്ങൾ ആദ്യം നൽകിയ വിവരമായിരുന്നു, അത് കൃത്യമായിരുന്നു. ഡാനി നൽകിയ വിവരം 41 സീറ്റുകളിൽ UDF, അതായത് കേവല ഭൂരിപക്ഷത്തിലും കൂടുതൽ സീറ്റുകളിൽ ലീഡുണ്ട് എന്നുള്ളതാണ്. അവിടെ മേയർ സ്ഥാനാർത്ഥികളായി 2 പേരാണ് UDFൽ കണക്കാക്കിയിരുന്നത്. ദീപ്തി മേരി വർഗീസ് സ്റ്റേഡിയം വാർഡിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസിന് ആശ്വസിക്കാവുന്ന കാര്യമാണ് സംഭവിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിൽ. അതേസമയം VK മിനിമോൾ ജയിച്ചു എന്നുള്ളതുമുണ്ട്. കോൺഗ്രസിന്റെ 2 പ്രമുഖർ, അതിൽ VK മിനിമോൾ ജയിച്ചു, ദീപ്തി മേരി വർഗീസ് ലീഡ് ചെയ്യുന്നു. 2 പേരും മേയർ സ്ഥാനത്തേക്ക് കൊച്ചി കോർപ്പറേഷനിൽ പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ UDFനാണ് മേൽക്കൈ, 10 ഇടത്ത്, LDF 7 ഇടത്ത് എന്നുള്ളതാണ്. പള്ളിക്കൽ പഞ്ചായത്തിൽ തർക്കമുണ്ടായിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ BJPയുടെ 3 പോസ്റ്റൽ വോട്ടുകൾ കാണാനില്ല. EVM എണ്ണിയപ്പോൾ BJP ആയിരുന്നു മുന്നിൽ. പോസ്റ്റൽ വോട്ട് കൂടി കൂട്ടിയപ്പോൾ ടൈ ആയി എന്നുള്ളതാണ് തർക്കത്തിന് കാരണമായിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ചക്കമാടം ഡിവിഷനിൽ LDF ജയിച്ചു. പെരിന്തൽമണ്ണയിൽ UDF വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത്, മലപ്പുറത്ത് ആകെയുള്ള 12 നഗരസഭകളിൽ 11ഇടത്തും ലീഡ് ഉള്ളത് UDFനാണ്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയും ഏലൂരും ഒഴികെ എല്ലാ നഗരസഭകളിലും ലീഡുള്ളത് UDFനാണ്. തൃപ്പൂണിത്തുറയിൽ BJPക്കാണ്, NDAക്കാണ് ലീഡ് എന്നതും എടുത്തു പറയണം. ഇപ്പോഴിതാ മറ്റൊരു വിവരമുള്ളത് കോട്ടയത്ത് നിന്നാണ്. അതായത് ജോസ് കെ മാണിയുടെ വാർഡിൽ UDF വിജയിച്ചു എന്നുള്ളതാണ്. 22ാം വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. കാരണം ജോസ് കെ മാണിയുടെ വാർഡിൽ ആണ് UDFന്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിട്ടുള്ളത്. രജിത പ്രകാശ് ആണ് 55 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന. പാലായിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് പാലാ നഗരസഭയിലേക്ക് നടക്കുന്നത്. 8-7 എന്നുള്ളതാണ്. ആകെയുള്ള വാർഡുകളുടെ എണ്ണം 26 പാലാ നഗരസഭയിൽ. അതിൽ 14ഇടത്തെ മെജോറിറ്റി വേണ്ടത്, ഭൂരിപക്ഷത്തിന് വേണ്ടത് 14. 8ഇടത്ത് LDF, 7ഇടത്ത് UDF, മറ്റുള്ളവർ 6 എന്നുള്ളതാണ്. സ്വതന്ത്രം മത്സരിക്കുന്നുണ്ട് പാലായിൽ. അതിനിർണായകമാണ്